സഞ്ചാരയോഗ്യമല്ലാത്ത റോഡില്ലാത്തതിനാൽ ഇത്തവണ വോട്ട് ചെയ്യില്ല എന്ന നിലപാടിലാണ് കാസർഗോഡ് പള്ളിക്കര പഞ്ചായത്തിലെ 300ഓളം കുടുംബങ്ങൾ. 10 വർഷമായി തകർന്നു കിടക്കുന്ന റോഡിലൂടെയാണ് ഇവരുടെ യാത്ര. നിരവധി ആവർത്തി പരാതി പറഞ്ഞിട്ടും നന്നാക്കാൻ നടപടിയില്ല. ഇതോടെയാണ് വോട്ട് ചോദിച്ച് ആരും ഈ വഴിക്ക് വരണ്ട എന്ന് പറയാൻ നാട്ടുകാർ നിർബന്ധിതരായത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ കാസർകോട്ടെ സിറ്റിംഗ് എംപിയും പ്രചരണ ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. ഒപ്പം ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിലെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വോട്ടഭ്യർത്ഥനയുമായി വീടുകളിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയത്താണ് വോട്ട് ബഹിഷ്കരണമെന്ന ആശയം മുൻനിർത്തി തങ്ങളുടെ പ്രശ്നങ്ങൾ ഇവർ പൊതുജനമധ്യത്തിലേക്ക് സമർപ്പിക്കുന്നത്. പള്ളിക്കര പഞ്ചായത്തിലെ 2-3 വാർഡുകൾക്കിടയിലാണ് ഈ റോഡ്. ബേക്കൽ കോട്ടയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ലെന്നാണ് ജനങ്ങളുടെ പരാതി. മൊവ്വൽ വാർഡിലെ ബിലാൽ നഗറും അദ്ദാദ് വാർഡും ഉൾപ്പെടുന്ന ഈ വഴിയിലൂടെയുള്ള യാത്ര നരകതുല്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് കുട്ടികൾക്ക് 10-20 കൊല്ലമായി ഇപ്പോൾ റോഡ് മദ്രസയിൽ സ്കൂളിലൊന്നും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുട്ടികളങ്ങനെ നായി ഇതെല്ലാം ഓടിച്ചാൽ കല്ലു ഇതെല്ലാം തടഞ്ഞു നിന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്കായാലും അതൊരു സുഖമില്ലാതെ ആളെ കൊണ്ടാൻ വരില്ല. ഒരു ഓട്ടോറിക്ഷക്കാരെ വിളിച്ചാൽ അവർ പെതിമെന്ന് ഇറക്കും. ഓട്ടോറിക്ഷക്കാർ വരത്തില്ല ഇങ്ങോട്ട്. പഞ്ചായത്തിലും MLAയും MP യും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും നിരവധി തവണ പരാതി നൽകി. MLA പ്രദേശത്ത് വന്നു നോക്കിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. വാർഡ് മെമ്പറോടും മറ്റേ MLAയോടും എല്ലാവരോടും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോട് ആരും പറഞ്ഞിട്ട് ഒരു പ്രതികരണവും ഇല്ല. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ തീരുമാനം എടുത്തത്. ഈ വാർഡിൽ 2-ാം വാർഡിലും 3-ാം വാർഡിൽ ഈ റോഡായിട്ട് ബന്ധപ്പെട്ടവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ. 1 കിലോമീറ്ററോളം നീളമുള്ള റോഡ് പൂർണ്ണമായും പൊളിഞ്ഞ അവസ്ഥയിലാണ്. വാഹനങ്ങൾ പഞ്ചറാവുന്നതും തകരാറിലാവുന്നതും പതിവായി. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്ന റോഡ് അപകടാവസ്ഥയിലായതോടെയാണ് വോട്ട് ബഹിഷ്കരിക്കാൻ പ്രദേശവാസികൾ കൂട്ടായ തീരുമാനമെടുത്തത്. ആരും വോട്ട് ചോദിച്ച് ഇതുവഴി വരരുതെന്ന് ഓർമ്മപ്പെടുത്തി റോഡിനിരുഭാഗത്തും വലിയ ബോർഡുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. സഞ്ചാരയോഗ്യമായ നല്ലൊരു റോഡില്ലാതെ വോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ. ബാക്കലിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24. എന്തായാലും വിലയുള്ള ഒന്നാണ് സമ്മതിദാനാവകാശം. ആ വിലയുള്ള സമ്മതിദാനാവകാശം വെച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. വോട്ട് ബഹിഷ്കരണം എന്നത് കാലാകാലങ്ങളിൽ ഇലക്ഷൻ കാലത്ത് കേൾക്കുന്ന ഒരു സമര രീതിയാണ്. അതിപ്പോഴും തുടരുന്നു.